ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധത്തിന് ശക്തി പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽ സുഖ്ഉഖ്നയ്ക്ക് രാജ്യത്ത് ഊഷ്മള വരവേൽപ്പ്. കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ ചരിത്രപരമായ 3 ക്രിമിനൽ നിയമങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ വേഗം കൂട്ടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസനക്ഷേമ പഠന പരിപാടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം 8 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം 3 സാമ്പത്തിക വിദഗ്ധർ പങ്കിട്ടു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ ഉഭയകക്ഷി പങ്കാളിത്തത്തിന് ആക്കം പകരാൻ കനേഡിയൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അനിത ആനന്ദ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ ബന്ധം ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ക്രമാനുഗതമായി മെച്ചപ്പെടുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മികച്ച രീതിയിലുള്ള പങ്കാളിത്തം പുനഃസ്ഥാപിക്കുന്നതിൽ ശുഭപ്രതീക്ഷയാണ് ഇന്ത്യയ്ക്കുള്ളത്. വ്യാപാരം, നിക്ഷേപം, AI, ഊർജ്ജം, സിവിൽ, ആണവ മേഖല എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ കനേഡിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. Look at Canada. We see a complementary economy. We see another open society. We see diversity and pluralism. And we believe that that is the basis for a close, sustainable and long-term cooperative framework. മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽ സുഖ്ഉഖ്ന 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രി മുരളീധർ മൊഹോൾ സ്വീകരിച്ചു. മന്ത്രിമാരും ജനപ്രതിനിധികളും അടങ്ങുന്ന ഉന്നതതല സംഘവും മംഗോളിയൻ പ്രസിഡന്റിനൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ ചരിത്രപരമായ 3 ക്രിമിനൽ നിയമങ്ങൾ നീതി ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ നിയമങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ ലളിതവും വേഗത്തിലുള്ളതും പ്രാപ്യവുമാക്കി മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയതിന് 1 വർഷം തികയുന്ന വേളയിൽ ജയ്പൂരിൽ നടന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. जो रिफॉर्म आया है वो 21वीं शताब्दी का सबसे बड़ा रिफॉर्म हमारे 3 क्रिमिनल जस्टिस कानूनों को आगे लागू करना है और इसके कंप्लीट इम्प्लीमेंटेशन के बाद हमारी आपराधिक न्याय प्रणाली क्रिमिनल जस्टिस सिस्टम पूरी दुनिया में सबसे आधुनिक आपराधिक न्याय प्रणाली बन जाएगी. ബീഹാറിലെ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നവംബർ 11-ന് 2ാം ഘട്ട വോട്ടെടുപ്പ്. ഈ മാസം 20 വരെ പത്രിക സമർപ്പിക്കാം. 1ാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 6-നും വോട്ടെണ്ണൽ 14-നും നടക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. NDAയുടെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നലെ പൂർത്തിയായി. 7 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം ഈ സെപ്റ്റംബറിൽ 8 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.54% കുറഞ്ഞു. 2025 ഓഗസ്റ്റിൽ ഇത് 2.07% 2017 ജൂണിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വാർഷിക പണപ്പെരുപ്പ നിരക്കാണിതെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. അനുകൂല സാഹചര്യങ്ങളും പച്ചക്കറികൾ, എണ്ണ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയുടെ വിലയിലുണ്ടായ ഇടിവുമാണ് കുറവിന് കാരണമായി കണക്കാക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള CPR ബോധവൽക്കരണ വാരാചരണത്തിന് രാജ്യത്ത് തുടക്കമായി. ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന വ്യക്തികളിൽ നടത്തുന്ന ഒരു അടിയന്തര പ്രഥമ ശുശ്രൂഷയാണ് CPR അഥവാ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. പൊതുജനങ്ങൾക്ക് CPR പരിശീലനം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു. വീടുകൾ, സ്കൂളുകൾ, ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ കുറഞ്ഞത് ഒരു വ്യക്തിയെങ്കിലും CPR പരിശീലനം നേടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ മാസം 17 വരെ നീളുന്ന വാരാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസന ക്ഷേമ പഠന പരിപാടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്കരികിലെത്തി നടത്തുന്ന ഈ പഠനം ജനങ്ങളുടെ ആവശ്യവും പ്രതിസന്ധികളും ആഴത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷ്മാംശത്തിൽ കേട്ട ശേഷം സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും. അത് ക്രോഡീകരിച്ചും അപഗ്രഥിച്ചും വരും കാലത്തേക്കുള്ള നാടിന്റെ പുരോഗതി എങ്ങനെയാകണമെന്ന രൂപരേഖ ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ നടപ്പാക്കുന്ന ഈ നവകേരള വികസന ക്ഷേമ പഠന പരിപാടി കേരളത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും സമ്മാനിക്കുമെന്ന് സുനിശ്ചിതമാണ്. സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്കരികിലെത്തിയാണ് ഈ പഠനം നടത്തുക. അതിന്റെ തുടർച്ചയായി സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും. മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനം. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം 3 പേർ പങ്കിട്ടു. നൂതന സാമ്പത്തിക വളർച്ച സംബന്ധിച്ച വിശദീകരണത്തിന് ജോവേൽ മൊകൈർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് പുരസ്കാരം. സാങ്കേതിക പുരോഗതിയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ഇവർ നടത്തിയ പഠനങ്ങൾ സർക്കാരുകളുടെ നയരൂപീകരണത്തിലടക്കം സ്വാധീനം ചെലുത്തി. റെയിൽവേ സംരക്ഷണ സേനയിലേക്കുള്ള നിയമനം ഇനി മുതൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വർഷം തോറും നടത്തുമെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സേനയെ നവീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾക്കും മന്ത്രി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ 41ാമത് RPF സ്ഥാപക ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. आपको चाहिए उतने VHF लीजिए, इसमें बहुत आपको बेनिफिट मिलेगा. जो NCRB के साथ मिलकर आप काम कर रहे हैं कि इसके इम्प्लीमेंटेशन के लिए जो डेटाबेस एप्लीकेशंस है उसके लिए 14 करोड़ रुपीस की जरूरत है, वो भी आपके लिए सैंक्शन किया जाता है. और सभी ट्रेनिंग सेंटर्स में एडवांस डिजिटल और ड्रोन की ट्रेनिंग, इसके लिए भी 21 करोड़ रुपीस की लागत से सभी जगह लैबोरेटरीज की स्थापना की जाएगी. ഗാസയിൽ അവശേഷിച്ചിരുന്ന 20 ബന്ദികളെയും ഇസ്രായേലിന് കൈമാറി ഹമാസ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് മോചനം. ഇതിനു പകരമായി പലസ്തീനിൽ നിന്നുള്ള 2000-ഓളം തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. 2 വർഷം നീണ്ട ഇരുണ്ട ദിനങ്ങൾക്ക് ശേഷമാണ് ഹമാസ് ബന്ദികളാക്കിയ 20 പേർ ഇസ്രായേലിലേക്ക് മടങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളെയും ട്രംപ് സന്ദർശിക്കും. പിന്നീട് ഷാം എൽ ഷെയ്ഖിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഈജിപ്തിലേക്ക് പോകും. ബന്ദികളുടെ മോചനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിശ്ചയദാർഢ്യത്തെയും പ്രശംസിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വിജയത്തിനായി വേണ്ടത് 58 റൺസ് മാത്രം. 121 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റിന് 63 റൺസ് എന്ന നിലയിലാണ്. വിൻഡീസിന്റെ 2ാം ഇന്നിംഗ്സ് 390 റൺസിൽ അവസാനിച്ചിരുന്നു. ജസ്റ്റിൻ ഗ്രേവ്സും ജയ്ദൻ സീൽസും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പാണ് വെസ്റ്റ് ഇൻഡീസിനെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ GST ഘടനാ പരിഷ്കരണം മഹാരാഷ്ട്രയിലെ വിവിധ മേഖലകൾക്ക് ഗുണം ചെയ്തതായി വിലയിരുത്തൽ. സംസ്കരിച്ച പഞ്ചസാരയുടെ നികുതി 12-ൽ നിന്ന് 5% സംസ്ഥാനത്തെ 50 ലക്ഷത്തിലധികം കരിമ്പ് കർഷകർക്ക് ഏറെ ഗുണം ചെയ്യും. സംസ്കരിച്ച മത്സ്യത്തിന്റെ നികുതി നിരക്ക് 12-ൽ നിന്ന് 5% 2 ലക്ഷത്തിലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം നൽകുന്ന തീരുമാനമാണ്. കോലാപൂരി ചെരുപ്പ്, തുകൽ ഉൽപ്പന്നങ്ങൾ, വാർലി പെയിന്റിംഗ്, പൈതാനി സാരികൾ എന്നിവയ്ക്കും GST 5% കുറച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നാളെ അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കും പുതുതായി പേര് ചേർക്കുന്നവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധത്തിന് ശക്തി പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽസുഖ് ഉഖ്നയ്ക്ക് രാജ്യത്ത് ഊഷ്മള വരവേൽപ്പ്. കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ ചരിത്രപരമായ 3 ക്രിമിനൽ നിയമങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ വേഗം കൂട്ടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസന ക്ഷേമ പഠന പരിപാടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം 8 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം 3 സാമ്പത്തിക വിദഗ്ധർ പങ്കിട്ടു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.